എൻ്റെ ഭാര്യയുടെ പടം വെച്ച് സോഷ്യൽ മീഡിയകളിൽ അവർ ഒരു ബംഗാളിയോടൊപ്പം ഒളിച്ചോടി എന്ന് വാർത്ത വന്നു. നിങ്ങൾ വിചാരിക്കും ഇതൊരു തമാശയായിട്ട് ആളിന് കാണുമെന്ന്. പലരും എൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു, ഭാര്യ എപ്പോഴും വീട്ടിലുണ്ടോ? അത് നമസ്കാരം. കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, അത് ശ്രീകണ്ഠൻ നായരാണ്. ആകാശവാണിയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ 24-ലെത്തി നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ തേരോട്ടം. പക്ഷെ ചില കാര്യങ്ങളെങ്കിലും അദ്ദേഹത്തിനോട് പറയേണ്ടത് അദ്ദേഹത്തിനോട് തന്നെ പറയണം. അദ്ദേഹത്തിന് വിഷമകരമായ ഒരു കാര്യം സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ ട്രോളിയപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഒരു ബംഗാളിയുടെ കൂടെ ഓടിപ്പോയി എന്നൊരു വ്യാജ വാർത്ത ചമച്ചപ്പോൾ, അതൊരു വ്യാജ വാർത്തയായിരുന്നു. അത് ചമച്ചപ്പോൾ അദ്ദേഹത്തിനത് വിഷമമായി. സംഭവം അദ്ദേഹത്തിന് വിഷമമാവുക എന്ന് പറയുന്നത് അതൊരു ശരിയായ കാര്യമാണ്. അദ്ദേഹം കേസ് കൊടുത്തു, 5-6 ആളെ അറസ്റ്റ് ചെയ്തു. അതിന് ആധാരമായ ഒരു കാരണത്തെക്കുറിച്ച് ശ്രീകണ്ഠൻ നായർ പറയേണ്ടായില്ല. അതും കൂടി പറയണ്ടേ? വിഷമം ശ്രീകണ്ഠൻ നായർക്ക് മാത്രമല്ലല്ലോ ഉണ്ടാവുക, മുതിർന്ന മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ലല്ലോ അഭിമാനം ഉണ്ടാവുക, അത് സാധാരണ ജനത്തിനും ഉണ്ടാവില്ലേ? അതിനെക്കുറിച്ചൊന്ന് പറയണം. പുറത്തു കൊണ്ടുവന്ന സൂപ്പർ എക്സ്ക്ലൂസീവ് വാർത്ത EP ജയരാജന്റെ ആത്മകഥയിൽ വരാൻ പോകുന്ന വിവാദ ഭാഗങ്ങൾ, അത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയാണ്. വരും ദിവസങ്ങളിലും ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യാൻ പോകുന്ന വാർത്ത കൂടിയായി അത് മാറുകയാണ്. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ അന്വേഷണം അവസാനിപ്പിച്ച പോലീസ് DC ബുക്സ് മുൻ പബ്ലിക്കേഷൻ മാനേജർ AV ശ്രീകുമാറിനെ മാത്രം പ്രതിയാക്കി ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. കൂടുതൽ പേരെ പ്രതി ചേർക്കേണ്ടതില്ല എന്ന് അന്വേഷണ സംഘം പറയുന്നു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ EP ജയരാജനെതിരെ കട്ടൻ ചായയും പരിപ്പുവടയും എന്നുള്ള അദ്ദേഹം ഇറക്കാൻ പോകുന്ന പുസ്തകത്തിൽ DC ബുക്സിൻ്റേതായിട്ടൊരു വിവരം പുറത്തു വരികയാണ്. ശരിക്കും അങ്ങനെ ഒരു വിവരം പുറത്തു വരുമ്പോൾ ശ്രീകണ്ഠൻ നായർക്ക് വേണമെങ്കിൽ EP ജയരാജനെ വിളിച്ചന്വേഷിക്കാം, DC ബുക്സിൻ്റെ ഉത്തരവാദപ്പെട്ടവരെ വിളിച്ചന്വേഷിക്കാം. ഇത് രണ്ടും ചെയ്യാതെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ അന്ന് ആ വാർത്ത പുറത്തു വിടുകയാണ് 24. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വാർത്തയുടെ എക്സ്ക്ലൂസീവ്നെസ് നശിച്ചു. ഇപ്പോഴാ വാർത്ത പോയി നിൽക്കുന്നത് DC ബുക്സിലെ ഒരു ഉത്തരവാദപ്പെട്ട ഒരു ഓഫീസറുടെ അടുത്തേക്കാണ്. അയാളത് വ്യാജമായി നിർമ്മിച്ചതാണ് എന്നുള്ള നിലയ്ക്ക് പോലീസ് കേസ് എടുത്തിരിക്കുന്നു. വാർത്ത അവിടെ നിന്ന് വന്നാണ്. ശ്രീകണ്ഠൻ നായർക്ക് പറയാതെ അങ്ങനെയാണ് എന്ന് പറയാം. ഇതാണ് ഇതിൻ്റെ വസ്തുത. അപ്പോൾ ഈ വസ്തുതയ്ക്കെതിരെ അയ്യോ ഞങ്ങൾ വെടി കൊണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മതിയോ? നിങ്ങൾക്കെതിരെ ഒരു ആരോപണം വ്യാജമായി പറയണോ, നിങ്ങൾ പറഞ്ഞ പോലെ പറയണോ എന്നുള്ളത് അവിടെയാണ് ഒരു ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമാണ് ഈ വ്യാജമായ ആരോപണം. ഒരു ആദിവാസി യുവാവിനെ കാറിൽ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടായത്. ആ സംഭവത്തിനോട് നിങ്ങൾ പ്രതികരിച്ചത് അഭിജിത്ത് എന്ന് പറഞ്ഞ ഒരാളുടെ ഫോട്ടോ ആണ്, അഭിറാം എന്ന് പറഞ്ഞ മറ്റൊരു പ്രതിയുടെ ഫോട്ടോ ആയിട്ട് നിങ്ങൾ കാണിച്ചത്. നിങ്ങൾ ആരോടെങ്കിലും മാപ്പ് പറഞ്ഞു? പനമരം പച്ചിലക്കാട് സ്വദേശി അർഷീദ് അഭിറാം മാതൻ 24നോട് പറഞ്ഞത് ബോധപൂർവം വെച്ചോണ്ട് പോയതാണ്. അല്ലെങ്കിൽ ബാഗിൽ രണ്ടാളും അല്ല ബാഗ് അത് എവിടുന്ന് എന്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഫോട്ടോ ആണ് അവരെടുത്തിട്ട് പോസ്റ്റ് ചെയ്തത്. എങ്ങനെയാ അറിഞ്ഞത്? ഞാൻ എന്റെ സുഹൃത്ത് എനിക്കിത് അയച്ചു തന്നു, ലിങ്ക് അയച്ചു തന്നു ന്യൂസിന്റെ. ഞാൻ നോക്കുമ്പോ എല്ലാ വാർത്തയിലും 24ലുണ്ട്. ഫോട്ടോയാണ് അത് ആദ്യം ചെയ്തത്. ആ പയ്യനെ എന്താ പറയുക, ഹാർട്ടിന് പോലും പ്രോബ്ലം വന്ന് ECG എടുത്തു. അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പോലെ പ്രബലരല്ലാത്തതുകൊണ്ട് ആ കേസിന് വലിയ വിലയൊന്നുമില്ല. ഇത് കൊണ്ടുവന്ന റിപ്പോർട്ടർ TVയുടെ മാധ്യമപ്രവർത്തകനെ ഞാൻ വിളിച്ചപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ക്ഷമ പറഞ്ഞു. അയാളും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായ സമയത്ത് ഞങ്ങളത് തിരുത്തുമെന്ന് പറഞ്ഞു. പക്ഷെ ആരും തിരുത്തലുണ്ടായില്ല. അഭിമാനം എല്ലാവർക്കുമുണ്ട് ശ്രീകണ്ഠൻ നായർ. കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യാതെ പോയ 24ൻ്റെ മാധ്യമപ്രവർത്തക പാലക്കാട്ടേക്ക് പോകുമ്പോൾ വണ്ടി ഇടിച്ച് മരിച്ച 2 കുട്ടികളുടെ അവിടെ നിന്നുണ്ടായ സംഭവങ്ങളാണ്. ഇത് ശ്രീകണ്ഠൻ നായരെ ഒരാളും ആ കുട്ടികളുടെ മയ്യത്തെടുക്കുന്ന നേരത്ത് നിങ്ങളുടെ ഒരു റിപ്പോർട്ടറും ഒരു ക്യാമറയും അവിടെ ഉണ്ടായിരുന്നില്ല. ബിനു IP AK സെൻ്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ആ സമയങ്ങളിൽ മാധ്യമങ്ങളിൽ മൊത്തം എന്നെ പ്രതിയാക്കാനുള്ള ശ്രമമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ നടത്തുന്ന നുണകൾ ജനങ്ങൾ തിരിച്ചറിയണം. 24ലെ ഹാഷ്മി താജ് ഇബ്രാഹിം AKG സെൻ്റർ ആക്രമണ കേസിൽ ബിനു IP കുറ്റവാളിയാക്കി ചിത്രീകരിക്കുന്ന രീതിയിൽ നടത്തിയ ഇൻട്രോകൾ ഞാൻ എടുത്തു വെക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചില സത്യങ്ങൾ പറയണം ശ്രീകണ്ഠൻ നായർ.
അത് മറുപടിയും അർഹിക്കുന്ന രീതിയിൽ ഉണ്ടാവും എന്ന് പറയുന്നു. നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ പെടുന്നതിനെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ തിരിച്ചറിവ് കൂടി ഉണ്ടാവേണ്ടതാണ്, അത് മനസ്സിലാവേണ്ടതുമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.